മലയാളം അരുവിപ്പുറത്തുനിന്ന് ഒരു സന്ദേശം എന്ന പാഠഭാഗം തുടർന്ന് വായന. ഗുരുവിൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ആസ്ഥാനമായ ആ വിചര സ്ഥലത്ത് ചെറുപ്പക്കാരും വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം വന്നുചേർന്നു. ആ സ്ഥലത്തിന് ഒരു പട്ടണത്തിൻ്റെ പ്രതീതി. ജനക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറിയകന്ന് ഗുരു ഇരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആളുകളുമായി സംസാരിച്ചു മനസ്സിലാക്കി. ആന എഴുന്നള്ളിപ്പിൻ്റെയും വെടിക്കെട്ടിൻ്റെയും അർത്ഥശൂന്യതയെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഗുരു പ്രസംഗം ചെയ്തില്ല. പക്ഷേ ചുണ്ടുകൾ കൈമാറി ഗുരുവിൻ്റെ അഭിപ്രായം വേഗത്തിൽ എല്ലാവരും അറിഞ്ഞു. ഒരു വിധി പ്രസ്താവിക്കാതെ തന്നെ ഗുരുവിൻ്റെ നിർദ്ദേശം ജനങ്ങൾ നടപ്പിലാക്കി, സ്വന്തം അന്തരാത്മാവിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നത് പോലെ. അർദ്ധരാത്രിയായപ്പോൾ ഗുരു പുറത്തു വന്നു. ഒരു യോഗം ചേരുന്നുണ്ട്. അധ്യക്ഷൻ ഗുരു തന്നെ. ജനക്കൂട്ട